ടു ബി ഓണസ്റ്റ് ഞാൻ ഈ സിനിമേനെ ആദ്യം വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയി. ട്വിസ്റ്റ് പിന്നെ ഒരു ട്വിസ്റ്റും കൂടി. ഇവരൊക്കെ ശരിക്കും ആരാണ്, എന്താണ് എന്ന് റിവീൽ ചെയ്യുന്നതാണ് ഈ സിനിമയുടെ ഒരു ഔട്ട്ലൈൻ. ഡയറക്ടറുടെ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചുള്ളൂ, അർഫ സാഹിബ്. ലെവൽ ക്രോസ് എന്ന ഫിലിം കണ്ടു, ബ്രില്യൻ ഫിലിം. 3 ക്യാരക്ടേഴ്സ് ഉള്ളൂ ഈ ഫിലിമിൽ. ആ 3 പേരും നല്ല പെർഫോമൻസ് ആണെങ്കിലോ അത് തന്നെ ധാരാളമാണ്. ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ ഇവരെല്ലാവരും നല്ല നൈസായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ആസിഫ് അലി വാസ് ബ്രില്യൻറ്റ്. ഡയറക്ടറുടെ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചുള്ളൂ, അർഫ സാഹിബ്. ജിത്തു ജോസഫിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു അർഫ സാഹിബ്. നല്ല ബ്യൂട്ടിഫുൾ മേക്കിംഗ് ആണ് ഈ ഒരു ഫിലിമിൻ്റെ. ഒരു സ്ലോ ബേണിംഗ് ത്രില്ലറായിട്ട് എടുത്തിട്ടുള്ള ഈ ഫിലിമിനെ ഡിഫറെൻ്റ് ആക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഇത് സെറ്റ് ചെയ്തിട്ടുള്ള ടെറൈനാണ്. ഒരു കൗബോയ് സ്റ്റൈലുള്ള സ്ഥലം, അവിടെയുള്ളൊരു റെയിൽവേ ലെവൽ ക്രോസ്, അവിടെയാണ് കഥ നടക്കുന്നത്. അവിടെ എന്ത് നടന്നാലും അത് പുറംലോകം അറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. ടു ബി ഓണസ്റ്റ് ഞാൻ ഈ സിനിമേനെ ആദ്യം വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയി. കാരണം കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാൻ പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ കഥ പോകുന്നത് കണ്ടപ്പോഴേക്കും ഞാൻ ഓർത്തു അവസാനം വരെ ഈ സിനിമ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആവുമെന്ന്. പക്ഷെ അത് വിചാരിക്കാത്ത പല സിറ്റുവേഷൻസിലും ഇതിൽ ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് പിന്നെ ഒരു ട്വിസ്റ്റും കൂടി. കഥാപാത്രങ്ങളെ നമുക്ക് ഒട്ടും പിടിതരാത്ത രീതിയിലാണ് ഇതിൽ 3 പേരും പോർട്രേ ചെയ്തിട്ടുള്ളത്. ഒരുത്തിനെയും വിശ്വസിക്കാൻ പറ്റില്ല. ആരാണ് നുണ പറയുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മളോട് ഒരാളിപ്പോൾ ഇത്തിരി ഇമോഷണലായിട്ടൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കാര്യങ്ങൾ വിശ്വസിച്ച് പോകും. പക്ഷേ ഈ 3 ക്യാരക്ടേഴ്സും ഒരു തരത്തിൽ നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ടൈപ്പ് ക്യാരക്ടേഴ്സാണ്. അത് നല്ല ബ്രില്യൻ്റ് ആയിട്ട് ഈ 3 പേര് അഭിനയിച്ചിട്ടുമുണ്ട്. ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ആസിഫ് അലിക്കാണെങ്കിൽ പോലും അമല പോൾ നല്ല ഗംഭീരമായിട്ട് അവരുടെ പോർഷൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷറഫുദ്ദീൻ ചെയ്ത ക്യാരക്ടർ നമുക്ക് ഒരിക്കലും പിടിതരാത്ത ക്യാരക്ടറാണ്. ഈ ക്യാരക്ടർ എന്താണ് എങ്ങനെയെന്നുള്ളത് നമുക്ക് ഫൈനലിൽ മാത്രമേ റിവീൽ ആവുള്ളൂ. സ്ലോ പേസിലാണ് ഈ പടം പോകുന്നത്. കുറച്ച് ക്ഷമ വേണം, സമയം എടുക്കും. ടെൻഷൻ ബിൽഡ് ചെയ്ത് നല്ലൊരു ഇൻ്റർവൽ ബ്ലോക്കോട് കൂടി സ്റ്റോറി കുറച്ചും കൂടി ഗ്രിപ്പിംഗ് ആവും, നല്ല എൻഗേജിങ് ആവും. ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ടെൻഷൻ ക്ലൈമാക്സ് വരെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. അതിൻ്റെ പേ ഓഫ് ക്ലൈമാക്സിൽ നല്ല ബ്രില്യൻ്റ് ആയിട്ട് ഡയറക്ടർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ നല്ല ഐഡൻറ്റിറ്റി കൊടുത്തിട്ടുണ്ട്, നല്ല ഡീറ്റെയിലിങ്ങും. ആസിഫ് അലി ചെയ്യുന്ന റെയിൽവേ വാച്ച്മാൻ താമസിക്കുന്ന ലെവൽ ക്രോസിലേക്ക് അമല പോളിൻ്റെ ക്യാരക്ടർ വരുന്നതും ഇതിൻ്റെ ഇടയിലേക്ക് ഷറഫുദ്ദീൻ ചെയ്യുന്ന സിഞ്ചു എന്ന കഥാപാത്രം വരുന്നതും പിന്നീട് അങ്ങോട്ടുള്ള ഇവൻസും ഇവരൊക്കെ ശരിക്കും ആരാണ്, എന്താണ് എന്ന് റിവീൽ ചെയ്യുന്നതാണ് ഈ സിനിമയുടെ ഒരു ഔട്ട്ലൈൻ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആസിഫ് അലി ചെയ്ത ക്യാരക്ടറാണ്. രഘു എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അതിൻ്റെ പോർട്രേയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതായത് ക്യാരക്ടറിന് കൊടുത്തിട്ടുള്ളൊരു ഡീറ്റെയിലിങ്ങും ആ ചെയ്യുന്ന മാനേഴ്സും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ഈ ഫിലിമിൽ ആ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട് ആസിഫ് അലി. ടൊവിനോ ചെയ്ത അദൃശ്യജാലകങ്ങൾ എന്ന സിനിമയിൽ ടൊവിനോ ഒരു സിമിലർ കൈൻഡ് ഓഫ് റോളാണ് ചെയ്തത്. പക്ഷേ അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ നമുക്ക് കാഴ്ചയിൽ ഒരുപോലെ തോന്നിയേക്കാം. അപ്പോൾ ആസിഫ് അലി ചെയ്യുന്ന ക്യാരക്ടറിൽ ചില സമയത്ത് ക്യാരക്ടർ ഇൻകൺസിസ്റ്റൻസി വരുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് പോട്ടെ നോക്കാം. കാരണം അത്ര എഫേർട്ട് ഇട്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. ആസിഫ് അലിക്ക് അങ്ങനെ പറയത്തക്ക ഒരുപാട് ബോക്സ് ഓഫീസ് വിജയങ്ങളൊന്നുമില്ല. കുറേ നല്ല സിനിമകളുണ്ടെങ്കിൽ പോലും അത് ബോക്സ് ഓഫീസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. സോളോ ഹിറ്റ് അടിക്കാൻ അദ്ദേഹത്തിന് ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. അദ്ദേഹം മൾട്ടി സ്റ്റാർ സിനിമകളിലും കുറേ ഗ്യാങ്സ് ആയിട്ട് വരുന്ന സിനിമകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഹിറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു സോളോ ഹിറ്റ് എന്ന് പറയാനായിട്ട് അദ്ദേഹത്തിന് ഈ അടുത്തൊന്നുമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അദ്ദേഹത്തിന് ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതായത് കമൻറ്റിൽ കൂടെയും പോസ്റ്റിൽ കൂടെ ഒരുപാട് ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ജെനുവിൻലി അദ്ദേഹത്തിന് നല്ലത് വരട്ടെ എന്ന് ചെയ്യാനാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അദ്ദേഹത്തിന് നല്ലൊരു സിനിമ വന്നാൽ അത് തിയേറ്ററിൽ തന്നെ പോയി കണ്ട് അത് വിജയിപ്പിക്കുക. കാരണം അല്ലാണ്ട് അത് പറഞ്ഞ് പോകുന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഫലവും ഉണ്ടാവുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ലൊരു പടമാണെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾ പോയി കാണുക. കുറച്ച് സ്ലോ പേസാണ്, പക്ഷേ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്റ്റോറിയിലേക്ക് അത് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നല്ല എൻഗേജിങ് ആണ്. നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് പല കാര്യങ്ങളും പോവുക. വിൽ ബി കീപ്പിംഗ് ഓൺ ഗെസ്സിങ്. അതായത് അത്രയും നമുക്കൊട്ടും പിടിതരാത്ത ടൈപ്പ് ക്യാരക്ടേഴ്സാണ് നല്ല രീതിയിൽ തന്നെ പോർട്രേ ചെയ്തിട്ടുണ്ട്. ഈ ഡയറക്ടറും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ റൈറ്റിംഗ് ആണ് ഇതിൻ്റെ. സ്റ്റോറി അത് ബിൽഡ് ചെയ്ത കണക്ക് നല്ല രസമാണ്. ആ ക്യാരക്ടറൈസേഷൻ ആകെ 3 പേരെ വെച്ചിട്ട് ഒരു സിനിമ എടുക്കാമെന്ന് ആലോചിച്ച് നോക്കി. വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു ടാസ്ക്കാണ്. അത് നല്ല ഈസി ആയിട്ട് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇത്തിരി പതിയെ പോകുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് നല്ല എൻഗേജിങ് ആയിട്ട് തോന്നിയായിരുന്നു. സോ ഇതാണ് എനിക്ക് ഈ സിനിമയെ പറ്റിയുള്ള ഒപ്പീനിയൻ. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.